വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ അന്വേഷണം ശക്തമാക്കുകയാണ് ക്രൈംബ്രാഞ്ച്. പത്തനംതിട്ട അടൂരിലെ കോൺഗ്രസ് KSU നേതാക്കളുടെ വീട്ടിൽ പരിശോധന നടത്തി. പ്രത്യേക അന്വേഷണ സംഘം KSU നേതാവിന്റെ ഫോൺ പിടിച്ചെടുത്തു. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു നമുക്കൊപ്പം. പ്രവീൺ പുരുഷോത്തമൻ, ഗുഡ് ഈവനിംഗ്. ഒരിടവേളയ്ക്ക് ശേഷം കേസ് കടുക്കുമ്പോൾ അതിൽ തെളിവ് തേടിയുള്ള യാത്ര ഇപ്പോൾ എവിടെയൊക്കെയാണ് എത്തി നിൽക്കുന്നത്? പ്രവീൺ. സുജയ, അടൂർ ഏഴംകുളം മേഖല കേന്ദ്രീകരിച്ചാണ് ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം റെയ്ഡ് നടത്തിയത്. ഏഴംകുളം സ്വദേശി KSU ജില്ലാ സെക്രട്ടറി മുബിൻ ബിനുവിന്റെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം പരിശോധന നടത്തി. മുബിൻ ബിനു ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. മറ്റ് 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീട്ടിലും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം പരിശോധന നടത്തി. വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ പ്രതിപട്ടികയിലുള്ളവരുടെ മൊഴികൾ നേരത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം എടുത്തിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇന്നത്തെ പരിശോധന. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അടൂർ നെല്ലിമുകളിലെ വീട്ടിലും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം പരിശോധന നടത്തുമെന്ന് സൂചനയുണ്ടായിരുന്നു. അടൂർ SHOയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘവും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ പോലീസ് സംഘം മടങ്ങിപ്പോയി. ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിലേക്ക് എത്തിയില്ല. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രതികളിൽ ഒരാളുടെ മൊബൈൽ ഫോണിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പരാമർശിക്കുന്ന ഓഡിയോ കണ്ടെത്തിയിരുന്നു. പ്രതികളിൽ നിന്നും കിട്ടിയ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളുടെ വീട്ടിൽ പരിശോധന നടത്തിയത്. സുജയ. ഓക്കെ, താങ്ക് യു പ്രവീൺ പുരുഷോത്തമൻ. നമുക്ക് തിരികെ എത്താം കൂടുതൽ വാർത്തകളിലേക്ക്. സ്റ്റേ ട്യൂൺ ടു ന്യൂസ് നൈറ്റ്. ഒരു ചെറിയ ഇടവേള.